ജോയിന്റ് പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷം വിഡ്രോ ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു ചെറിയൊരു അപ്ഡേറ്റ് പറയാനുണ്ട്. ഈ കഴിഞ്ഞ മാർച്ച് 15, 2024 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഈ വിഷയം സംബന്ധിച്ച് ഒരു വിധി വന്നിട്ടുണ്ട്. അതായത് മീഡിയേഷൻ സെൻറ്ററിൽ വെച്ച് കേസ് സെറ്റിൽ ആകുകയും ആ സെറ്റിൽമെൻറ്റ് എഗ്രിമെൻറ്റ് പ്രകാരം പാർട്ടീസ് ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എൻ്റെ കൺസെൻറ്റ് ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഡിവോഴ്സിന് താല്പര്യമില്ല എന്ന് ഒരു പാർട്ടിക്ക് പറഞ്ഞ് ആ ജോയിൻറ്റ് പെറ്റീഷൻ പിൻവലിക്കാൻ സാധിക്കുന്നതല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മീഡിയേഷൻ സെൻറ്ററിൽ വെച്ച് കേസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റിലായിട്ട് എത്തുമ്പോൾ എന്തായാലും കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എന്തായാലും എഴുതും. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം ചിലപ്പോൾ ഹസ്ബൻഡ് ഇത്ര രൂപ വൈഫിന് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ഗോൾഡ് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കുട്ടിയുടെ പെർമനൻറ്റ് കസ്റ്റഡി അമ്മയ്ക്ക് വിട്ടുകൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം അതിൻ്റെ കൂടെ തന്നെ ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്ത് ഡിവോഴ്സ് ആകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും അതിന് പ്രകാരം ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷം ഇപ്പോൾ വൈഫ് പോയി പറയുകയാണ് എൻ്റെ കൺസെൻ്റ് ഇല്ല, എനിക്ക് ഡിവോഴ്സിന് താല്പര്യമില്ല, എനിക്ക് ഡിവോഴ്സ് വേണ്ട എന്ന് പോയി പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം അവരുടെ രണ്ടുപേരുടെയും സമ്മതപ്രകാരമാണ് ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ നിന്ന് പൈസ എല്ലാം മേടിച്ചതിന് ശേഷം എനിക്ക് ഡിവോഴ്സ് വേണ്ട, എനിക്ക് എൻ്റെ കൺസെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ വൈഫ് എന്നല്ല ഹസ്ബൻഡ് ആയിരുന്നാൽ പോലും. അതുപോലെ തന്നെ മീഡിയേഷൻ സെൻറ്ററിൽ വെച്ചിട്ട് സെറ്റിലായ കേസുകൾ അപ്പീൽ പോകാനും സാധിക്കുന്നതല്ല.